അണ്ണാമലൈ ബി.ജെ.പി. വിട്ടതോടുകൂടി തന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്ര നിമിഷത്തിനാണ് വഴി തുറന്നിരിക്കുന്നത്. അണ്ണാമലൈ പോയത് തങ്ങൾക്ക് വലുതായി തന്നെ ഏശിയില്ല എന്നും പോയതുകൊണ്ട് യാതൊരുവിധ വിധത്തിലുമുള്ള ഒരു നഷ്ടം പോലും ബി.ജെ.പിക്ക് ഉണ്ടായിട്ടില്ല എന്ന് അവർ പറയുന്നിടത്ത് ബി.ജെ.പിക്ക് ഉണ്ടായ ക്ഷീണം വലുതല്ല എന്നതാണ് മറ്റു വാർത്തകൾ സൂചിപ്പിക്കുന്നത്. കാരണം ബി.ജെ.പി. വിട്ട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അണ്ണാമലൈ പുതിയ പാർട്ടിക്ക് ഉദയം നൽകുകയാണ് ചെയ്തത്. ഈ പാർട്ടിയിലേക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഏകദേശം 13 ലക്ഷത്തിലധികം ആളുകളാണ് അംഗത്വം സ്വീകരിച്ചത്. 24 മണിക്കൂറിൽ 14 ലക്ഷത്തിനടുത്തുള്ള ആളുകളാണ് അണ്ണാമലയുടെ പുതിയ പ്രസ്ഥാനത്തിൽ അണിചേർന്നതും. അതേപോലെ തന്നെ വി ദി ലീഡേഴ്സ് എന്നതാണ് പാർട്ടിയുടെ പേര്. 13,85,763 സജീവ അംഗങ്ങൾ ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാനും രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ രീതി മെച്ചപ്പെടുത്തുന്നതിനുമായി തന്നെ 6 വർഷം മുൻപായിരുന്നു താൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. രാഷ്ട്രീയം പ്രമുഖർക്കും സമ്പന്നർക്കും മാത്രം അവകാശപ്പെട്ടതാണ് എന്ന ചിന്ത മാറ്റണമെന്നും അത് സാധാരണക്കാരൻ്റേത് കൂടിയാണ് എന്നും ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന ഒരു ആഗ്രഹം അണ്ണാമലയിൽ ഉദിച്ചതായി തന്നെ അദ്ദേഹം ഇവിടെ എടുത്തു സൂചിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ദയവായി തന്നെ എന്നോടൊപ്പം ചേരൂ എന്ന് എന്നെ വിശ്വസിക്കൂ എന്നും അണ്ണാമല അവിടെ പറയുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് ബി.ജെ.പി. മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ പാർട്ടിയിൽ നിന്നും രാജി ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് പുതിയ പാർട്ടി രൂപീകരിച്ചത്. അതോടൊപ്പം തന്നെ വലിയൊരു ആഹ്വാനം കൂടി അദ്ദേഹം ചെയ്യുകയും ചെയ്തു. ഇപ്പോഴിതാ പ്രഖ്യാപനം വന്ന വെറും തങ്ങളുടെ പ്രസ്ഥാനത്തിന് ജീവരക്തം എന്നതായിരുന്നു സ്വമേധയാ മുന്നോട്ട് വരുന്ന വോളണ്ടിയർമാരോട് അവിടെ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അവർ പൊതുസമൂഹത്തെ ശാക്തീകരിക്കുകയും നേതൃപാടവം വളർത്തുകയും യഥാർത്ഥ മാറ്റം കൊണ്ടുവരികയും ചെയ്യും. വിദ്യാഭ്യാസം, ആരോഗ്യം, പരിസ്ഥിതി, യുവജന നേതൃത്വം, ഇതിൽ നിങ്ങളുടെ താല്പര്യം എവിടെയാണോ അവിടെ അവസരങ്ങൾ കണ്ടെത്തണമെന്നും മെച്ചപ്പെട്ടൊരു നാളേക്കായി തന്നെ ജനങ്ങളോടൊപ്പം പങ്കാളികളാകണമെന്നും വി ദ ലീഡേഴ്സിലെ ആ ഒരു വെബ്സൈറ്റിൽ ഇക്കാര്യങ്ങൾ സന്ദേശമായി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ആഴ്ചകളായി നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ അതിനൊടുവിലാണ് ഇപ്പോൾ മുൻ IPS ഉദ്യോഗസ്ഥൻ കൂടിയായ അണ്ണാമലൈ ബി.ജെ.പിയിൽ നിന്നും രാജിവെച്ചുകൊണ്ട് പുതിയ പാർട്ടി രൂപീകരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച സമർപ്പിച്ച രാജി ബി.ജെ.പി. നേതാവ് നിതിൻ നെബിൻ ആകട്ടെ അംഗീകരിക്കുകയും തന്റെ രാജിക്ക് പിന്നാലെ അതിന്റെ കാരണം വ്യക്തമാക്കിക്കൊണ്ട് അണ്ണാമലൈ കേന്ദ്ര നേതൃത്വത്തിന് കത്തയക്കുകയും ചെയ്തിരുന്നു. 2020 സിവിൽ സർവീസ് ഉപേക്ഷിച്ചുകൊണ്ട് അണ്ണാമലൈ ആകട്ടെ ബി.ജെ.പിയിൽ ചേരുന്നത്. പാർട്ടിയിൽ ചേർന്ന ആഴ്ചകൾക്കകം തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റായും 1 വർഷത്തിനുള്ളിൽ 37-ാം വയസ്സിൽ തമിഴ്നാട് ബി.ജെ.പി. അധ്യക്ഷനായും അദ്ദേഹം അവിടെ ചുമതലയേൽക്കുകയാണ് ചെയ്തത്. തന്റെ പൊതുജന ജീവിതത്തിന്റെയും അതുപോലെ തന്നെ രാഷ്ട്രീയ യാത്രകളുടെയും അടുത്ത ഘട്ടമായാണ് പുതിയ നീക്കത്തെ അണ്ണാമല വിശേഷിപ്പിച്ചത്. യുവാക്കളും സാധാരണക്കാരായ പൗരന്മാരും തനിക്കൊപ്പം തന്നെ അണിനിരക്കുമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്ക് പകരമായി തന്നെ സാധാരണക്കാർ നയിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ ശൈലി അവിടെ പ്രാവർത്തികമാക്കുമെന്നും ഭാവിയിൽ നിരവധി പുതിയ നേതാക്കളെ വാർത്തെടുക്കാൻ പ്രസ്താവന പ്രവർത്തിക്കും എന്നതാണ് അവിടെ അദ്ദേഹം വ്യക്തമാക്കിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.